നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. നരേന്ദ്രമോദിയുടെ മൂന്നാം ഊഴത്തിൽ സംഘികൾ പൊതുവെ നിരാശരാണോ? ചില സോഷ്യൽ മീഡിയ പ്രതികരണമൊക്കെ കണ്ടാൽ അങ്ങനെയാണ് തോന്നുക. ഒരുപക്ഷെ അവർ പ്രതീക്ഷിച്ച അത്രയും ഭൂരിപക്ഷം കിട്ടാത്തതുകൊണ്ടാവാം, സഖ്യകക്ഷിയായിട്ട് ഭരിക്കേണ്ടി വരുന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ ചില തീരുമാനങ്ങൾ എടുക്കാൻ നരേന്ദ്രമോദി സർക്കാർ താമസിച്ചോ എന്ന തോന്നൽ കൊണ്ടൊക്കെയാവാം. സത്യത്തിൽ അതൊക്കെ ഒരു തോന്നലുകൾ മാത്രമാണ്. ലോകക്രമം എന്തെന്നോ ഇപ്പോൾ ഇന്ത്യയുടെ സ്ഥാനമെന്തെന്നോ അല്ലെങ്കിൽ കഴിഞ്ഞ 10-60 കൊല്ലമായിട്ട് നമ്മൾ ഏതവസ്ഥയിലായിരുന്നോ ഒക്കെ ശരിയായിട്ട് മനസ്സിലാക്കാത്തതിൻ്റെ കുഴപ്പമാണ്. അമേരിക്കയാണ് ലോകത്തിലെ ഒന്നാമത്തെ രാജ്യം. അതിൻ്റെ കാരണം അമേരിക്കൻ ഇക്കണോമിയുടെ വലിപ്പം തന്നെയാണ്. അമേരിക്കയിലാണ് ശതകോടീശ്വരന്മാർ ഏറ്റവും കൂടുതൽ ഉള്ളത്. അതിൻ്റെ കാരണം ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക നിലയുടെ വലിപ്പം തന്നെയാണ്. അവിടെ ഒരു വ്യക്തിയുടെ ആളോഹരി വരുമാനം 33.5 ലക്ഷം രൂപയാണ്. ഇന്ത്യയുടെ ആണെങ്കിൽ അത് കേവലം 2,10,000 രൂപ മാത്രമാണ്. 2014 അതിലും ദയനീയമായിരുന്നു, 98,000 രൂപ മാത്രമായിരുന്നു. നരേന്ദ്രമോദി സർക്കാർ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ ആളോഹരി വരുമാനം ഏറ്റവും കുറഞ്ഞത് 5 ലക്ഷത്തിൽ എങ്കിലും എത്തിക്കുക എന്നതാണ്. അങ്ങനെ വന്നാൽ ഒരു സാധാരണ തൊഴിലാളിക്ക് പോലും വർഷം 2 ലക്ഷം 3 ലക്ഷം രൂപ കയ്യിൽ കിട്ടും. സാമ്പത്തിക ഉന്നമനം ഉണ്ടായാൽ രാജ്യത്ത് കലാപങ്ങളോ സമരങ്ങളോ ഒന്നും ഉണ്ടാകില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഏതൊരു അസഹിഷ്ണുതയുടെയും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. മോഡി സർക്കാരിൻ്റെ പ്രഥമ പരിഗണന എന്നത് രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗം 7 ട്രില്യൺ വലുപ്പത്തിലെത്തിക്കുക എന്നതാണ്. UCCയോ ബംഗാൾ സർക്കാരിനെ പിരിച്ചുവിടലോ അടക്കം എന്ത് നടന്നാലും ഇന്ത്യയുടെ പുറമേ ഉള്ള ശത്രുക്കളും അകത്ത ശത്രുക്കളും കൂടി രാജ്യമാകമാനം പ്രക്ഷോഭം ആരംഭിക്കും. CAA പ്രക്ഷോഭം, കാർഷിക നിയമമൊക്കെ നമ്മൾ കണ്ടതാണ്. പ്രക്ഷോഭം കൊണ്ട് ഗുണമൊന്നുമില്ല എങ്കിലും അത് രാജ്യത്തിൻ്റെ വളർച്ചയെ കാര്യമായ പ്രശ്നമുണ്ടാക്കും. വളർച്ച മുരടിച്ചാൽ ദാരിദ്ര്യം കൂടും. ദാരിദ്ര്യമാണ് പലതിൻ്റെയും വളം. ചുരുക്കി പറഞ്ഞാൽ രാജ്യം 7 ട്രില്യനൊക്കെ വളർച്ചയിലായാൽ പ്രക്ഷോഭത്തിന് പോകാൻ ആളെ കിട്ടാത്ത അവസ്ഥ വരും. മാത്രമല്ല, ഇന്ന് വീട്ടിലിരുന്ന് പണം ഉണ്ടാക്കാൻ പോലും ഒരുപാട് മാർഗങ്ങളുണ്ട്. അടിസ്ഥാന വികസനത്തിൻ്റെ ഒരു ഗുണം അതാണ്. കേരളവും ബംഗാളുമൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രശ്നം മാത്രമല്ല, സംസ്ഥാനത്തെ ജനത്തിൻ്റെ പ്രശ്നം കൂടിയാണ്. സുപ്രീം കോടതി വരെ ഡീപ് സ്റ്റേറ്റിൻ്റെ കയ്യിലായ കാലഘട്ടമാണെന്ന് ഒരുപക്ഷെ അങ്ങനെ ജനങ്ങൾക്ക് പോലും തോന്നുന്ന ഒരു സമയമാണ്. ജനം അനുവദിക്കുന്നതുകൊണ്ടാണ് ഈ പിണറായി സർക്കാരും മമതാ സർക്കാരുമൊക്കെ ഉണ്ടാവുന്നത്. ജനങ്ങൾ വിചാരിച്ചാൽ ഇവർക്ക് സ്ഥാനമുണ്ടാകില്ല. ജനങ്ങളാണ് കോൺഗ്രസിനെ തുടർച്ചയായി പ്രതിപക്ഷത്തിരുത്തുന്നത്, അല്ലാതെ BJP അല്ല. കേരളത്തിൽ തന്നെ നോക്കുക. ഇസ്ലാമിക രാഷ്ട്രീയത്തിനെതിരെ കേരളത്തിൽ ക്രിസ്ത്യാനികൾ ഇപ്പോൾ തിരിച്ചു പ്രതികരിക്കുന്നു. മുൻപ് അങ്ങനെ ആയിരുന്നില്ല. ഇന്ത്യയിൽ രാമക്ഷേത്രം വന്നതുപോലെ UCCയും വരും. BJPയുടെ അജണ്ടയിലുള്ള സകല നിയമങ്ങളും വരും. പക്ഷേ 60 വർഷം കൊണ്ട് തുലച്ചെടുത്തത് മോദി സർക്കാർ അപ്പം ചുട്ടെടുക്കുന്ന പോലെ വളരെ പെട്ടെന്ന് റെഡിയാക്കി തരണം എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കില്ല. BJPക്ക് ഇപ്പോൾ നിലവിൽ രാജ്യത്ത് 40% മുകളിലാണ് പിന്തുണയുള്ളത്. അപ്പോഴും വലിയൊരു ശതമാനം എതിർവശത്ത് നിൽക്കുന്നു എന്ന് ഓർക്കണം. അവർ ഈ ഒന്നിച്ച് നിൽക്കുന്നു ഉള്ള ധാരണയൊക്കെ ചില സമയത്ത് വരുത്തുന്നുണ്ടെങ്കിലും ഇവിടെ നമുക്കറിയാം 500 പാർട്ടി, ചെറുതും വലുതുമായിട്ടുള്ള പാർട്ടികളുണ്ട്. അത് ഇന്ത്യയുടെ സാഹചര്യം അങ്ങനെയാണ്. ആ സാഹചര്യം ശരിക്കും എല്ലാവരും മനസ്സിലാക്കി വേണം. BJP അതിൻ്റെ ലക്ഷ്യത്തിൽ രാജ്യത്തെ എത്തിക്കാൻ ഈ സന്നിഗ്ധ ഘട്ടങ്ങളെല്ലാം കൂടെ തരണം ചെയ്തുകൊണ്ട് വേണം. മറ്റ് വിദേശ രാജ്യങ്ങൾ, അതും വികസിത രാജ്യങ്ങളായിട്ടുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളെയും നമ്മൾ എടുത്താൽ അവിടെ നമ്മുടെ വിരലിലുണ്ടാവുന്ന അത്രയും പാർട്ടികൾ മാത്രമേ കാണൂ. അമേരിക്കയിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും 2-3 പാർട്ടിയൊക്കെ ഉള്ളൂ പ്രധാനമായിട്ടുള്ള മേജർ പാർട്ടീസ് ആയിട്ടുള്ളത്. പിന്നെ UK ഒക്കെ എടുത്താലാണ് 5-6 പാർട്ടികളായിട്ട് ചെറുതും വലുതുമായിട്ടുള്ളത്. എന്നാലും നമ്മുടെ ഈ രാജ്യം പോലെ, ജനാധിപത്യ രാജ്യം പോലെ ഈ 10-500 പാർട്ടികൾ, അത് പ്രാദേശിക തലത്തിൽ തന്നെ എത്ര പാർട്ടികളാണ്. അതേപോലെ തന്നെ ദേശീയ തലത്തിലും പാർട്ടികളുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേറെ പാർട്ടികളുണ്ട്. ആളുകളുടെ താല്പര്യം, ആളുകളുടെ ലക്ഷ്യം, അവരുടെ ഐഡിയോളജി, ഇതെല്ലാം ഓരോ പാർട്ടിയുടെ ഐഡിയോളജി ഇതെല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മൾ ഇപ്പോൾ ഈ ലെവലിലെങ്കിലും ഈ നിലയിലെങ്കിലും നമ്മൾ പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യമാണ്. നമ്മുടെ തൊട്ട അയൽ രാജ്യമായിട്ടുള്ള ആ സ്ഥലങ്ങളിൽ, അതായത് പാകിസ്ഥാൻ ആവട്ടെ, ബംഗ്ലാദേശ് ആവട്ടെ, ശ്രീലങ്ക ആവട്ടെ, അവിടെയൊക്കെ നടക്കുന്ന ആഭ്യന്തര കലാപങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് പൊതുവെ സമാധാനപരമായിട്ടാണ് പോകുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകളുടെ കയ്യിൽ പണം എത്തുന്നുണ്ട്, ദാരിദ്ര്യം മാറി വരുന്നുണ്ട്. അതൊരു സത്യമാണ്. അത് നമ്മൾ ആ യാഥാർത്ഥ്യം നമ്മൾ പതുക്കെയെങ്കിലും അംഗീകരിച്ചേ മതിയാവും. പട്ടിണിയുള്ള സ്ഥലത്ത് മാത്രമേ സമരങ്ങളും കലാപങ്ങളും ഒക്കെ ഉണ്ടാവത്തുള്ളൂ. ഇപ്പം തന്നെ നമുക്കറിയാം, ഉദാഹരണമായിട്ട് നമ്മുടെ കേരളത്തെ തന്നെ എടുത്താൽ CPM എന്ന് പറഞ്ഞ
ജനങ്ങളുടെ പാർട്ടി എന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്ന, സാധാരണക്കാരുടെ പാർട്ടി, കർഷകരുടെ പാർട്ടി എന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്ന ആ പാർട്ടിക്ക് ഒരു സമരം നടത്താൻ പോലും ആളെ കിട്ടാത്ത അവസ്ഥയാണ്. കാരണം ആളുകൾക്ക് വേറെ പണിയുണ്ട്, പൈസ കിട്ടുന്ന വേറെ പണിയുണ്ട്. അവർക്ക് കൂലിക്ക് ബംഗാളികളെ കൊണ്ടുപോയി സമരം നടത്തേണ്ട ഒരു ഗതികേടിലൊക്കെ എത്തിയിരിക്കുകയാണ് അവർ. അപ്പോൾ കൂടുതൽ ആളുകൾക്ക് തൊഴിലുണ്ടാകുകയും വീട്ടിലിരുന്ന് തൊഴിലെടുത്ത് പണമുണ്ടാക്കുന്ന ഒരവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ രാജ്യം മൊത്തത്തിൽ വികസിക്കും. ഇതുപോലുള്ള സമരത്തിനോ അല്ലെങ്കിൽ കലാപത്തിനോ ഒന്നും ആളെ കിട്ടാതെ വരും. നമുക്കറിയാമല്ലോ, അമേരിക്ക പോലുള്ള ആ രാജ്യങ്ങളിലൊക്കെ അവിടെ ജനകീയ പ്രക്ഷോഭം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കേട്ടുകേൾവിയാണ്, വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. എന്നാൽ നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഒന്ന് പോയി നിന്നാൽ അവിടെ ഒരു മണിക്കൂറിനുള്ളിൽ എത്ര സമരങ്ങളാണ് വരുന്നത്, എത്ര പേരാണ് അവിടെ ധർണ ഇരിക്കുന്നത്, എത്ര പേരാണ് അവിടെ ഘോഘോവിളികളുമായിട്ട് വരുന്നത്, എത്ര രാഷ്ട്രീയ പാർട്ടികളാണ് ഓരോ ദിവസവും വന്ന് സമരം നടത്തിയിട്ട് പോകുന്നത്. അതേപോലെ തന്നെ രാജ്ഭവൻ്റെ മുന്നിലുമൊക്കെ നമുക്കിത് സ്ഥിരമായിട്ട് കാണാവുന്ന കാഴ്ചകളാണ്. ഇത്തരം കാഴ്ചകളൊന്നും മറ്റ് വികസിത രാജ്യങ്ങളിലൊന്നുമില്ല. അപ്പോൾ ശരിക്കും ജനങ്ങളുടെക്ക് തൊഴിലുണ്ടാവണം, അതിനൊപ്പം തന്നെ അവർക്ക് വരുമാനം ഉണ്ടാവണം. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ വിളിക്കുന്ന ഇതുപോലുള്ള അഭ്യാസത്തിനൊന്നും അവർ പോവില്ല. ഇവിടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അഭ്യാസങ്ങളെല്ലാം കാണിക്കുന്നത്. അതിനൊപ്പം കടമ കൂടി അവനവൻ നിർവഹിക്കണം എന്ന് പഠിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഒന്നും ഇതില്ല. അപ്പോൾ ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുള്ള ഒരു രാജ്യത്താണ് നരേന്ദ്രമോദി സർക്കാർ മൂന്നാമതായിട്ട് ഭരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ വഖഫ് ബോർഡ് നിയമ ഭേദഗതിയും കൊണ്ടുവരുമ്പോൾ കഴിഞ്ഞ 10 വർഷം എന്ത് ചെയ്യുകയായിരുന്നു എന്നൊക്കെ സ്വാഭാവികമായിട്ടും സംഖ്യകൾ ചോദിച്ചു പോകും. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട് ദാസ എന്ന ആ ഡയലോഗ് മാത്രമേ ഇവിടെയും കറക്റ്റ് ആവത്തുള്ളൂ എന്ന് മാത്രമേ ഏറ്റവും ലളിതമായിട്ട് പറയാനുള്ളൂ.